സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ വലയത്തിലേക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് ഈ ഒരു ഉദ്യമത്തിന് നിങ്ങളുടെ സഹകരണം ഉറപ്പാക്കണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കാം. പ്രധാനമായിട്ടും ആദ്യം റിലയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിലയൻസ് ജിയോ ഡിസംബർ ആകുമ്പോഴത്തേനും ഇന്ത്യ മുഴുവൻ 5G നെറ്റ്വർക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് മുകേഷ് അംബാനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ബൈജൂസ് ഓൾറെഡി ഒരു നെഗറ്റീവ് റിവ്യൂ ഉള്ള കമ്പനിയാണ്. ബൈജൂസിൻ്റെ ബിസിനസ് ഹെഡ് പ്രത്യുഷ അഗർവാൾ റിസൈൻ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കമ്പനിക്ക് അത് ഒന്നുകൂടി മോശമായ ഒരു റിവ്യൂ ഉണ്ടാക്കാനേ സഹായിക്കുകയുള്ളൂ. ഇപ്പോൾ പേടിഎം പോലെ തന്നെ ഫോൺ പേയും ഇപ്പോൾ ഷെയർ ബ്രോക്കിംഗ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കും എന്നാണ് പറയുന്നത്. RBI ബന്ധൻ ബാങ്കിനെ പെൻഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ബന്ധൻ ബാങ്കിനെയാണ് RBI തിരഞ്ഞെടുത്തിരിക്കുന്നത് പെൻഷൻ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട്. BSE BankEX ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. BSE BankEXൻ്റെ കോൺട്രാക്റ്റുകൾ ഇനി മുതൽ തിങ്കളാഴ്ചയായിരിക്കും എക്സ്പയറി ആവുക. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 16 മുതലാണ്. ഇന്ന് നിഫ്റ്റി സെൻസെക്സ് ഒക്കെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, BSE BankEX കോൺട്രാക്റ്റുകൾ ഒക്ടോബർ 16 മുതൽ ഇനി തിങ്കളാഴ്ചയാണ് എക്സ്പയറി ആവുക എന്നുള്ളതാണ്. നമുക്ക് ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്ന് കംപ്ലീറ്റ്ലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ ബുള്ളിഷ് ആയിട്ടാണ് US മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് ഒരല്പം ബെയറിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ബെയറിഷ് മോഡിലേക്ക് മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏഷ്യ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 19,360 ട്രേഡിംഗ് നടക്കുന്നത്. 20 പോയിന്റ് ഗ്രീനിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. ബാക്കി ഏഷ്യ മാർക്കറ്റിൽ സ്ട്രൈറ്റ് ടൈംസും ഹാങ്സങ്ങും ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇൻട്രാഡേയിൽ ബുള്ളിഷ് ആണ് എന്ന് പറയാം. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇന്നലെ $80.3 ഉണ്ടായിരുന്നത് $81.68 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് ഇന്നലെ 1917.58 ഉണ്ടായത് 1943.81 വർദ്ധിച്ചിട്ടുണ്ട്. ഇനി USD INR റേറ്റ് ചെറിയ രീതിയിൽ ഒന്ന് സ്ലിപ്പായിട്ടുണ്ട്. അതായത് ഇന്നലെ 82.71 ഉണ്ടായിരുന്നത് ഇന്ന് 82.73 ചെറിയ 2 പൈസയുടെ ഒരു സ്ലിപ്പേജ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കഴിഞ്ഞ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വരാം. നിഫ്റ്റി ഇന്ന് 91 പോയിന്റ് ഗ്യാപ്പ് അപ്പോൾ ഓപ്പണിംഗ് ആയിരുന്നു തന്നത് രാവിലെ തന്നെ. പിന്നീട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഹൈയും ലോയും തമ്മിൽ 118 പോയിന്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് അഥവാ 0.61% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,433 നിന്ന് 86 പോയിന്റ് നഷ്ടത്തിൽ 19,347 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 236 പോയിന്റിൻ്റെ ഗ്യാപ്പാണ് രാവിലെ കിട്ടിയത്. 406 പോയിന്റിൻ്റെ അഥവാ 0.62% ഇൻട്രാഡേ മൂവ്മെൻറ്റ്, ലോയും ഹൈയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇൻട്രാഡേ മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഓപ്പണായ 65,311 നിന്നും 224 പോയിന്റ് നഷ്ടത്തിൽ 65,087 സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 3.52% കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് അവസാനിച്ചിരിക്കുന്നത് 11.8. ബാങ്ക് നിഫ്റ്റി ഇന്ന് 211 പോയിന്റ് ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ആയത്. ഇൻട്രാഡേയിൽ 630 പോയിന്റിൻ്റെ അഥവാ 1.41% മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 44,706 നിന്ന് 474 പോയിന്റ് നഷ്ടത്തിൽ 44,232 ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്ന് 99 പോയിന്റ് ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ആയത്. 248 പോയിന്റ് അഥവാ 1.24% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,899 നിന്ന് 198 പോയിന്റ് നഷ്ടത്തിൽ 19,701 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 10,211 കോടിയുടെ ബൈങ്ങും 10,706 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 494 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8,713 കോടിയുടെ ബൈങ്ങും 7,390 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,323 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നും പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു, ഇത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 828 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ
ഇന്ന് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ബൈയിങ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ ഒരു 5 ദിവസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നും ഈ ഇന്നേക്ക് 6ാമത്തെ ദിവസത്തേക്ക് 3 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് ബയേഴ്സ് ആയിരുന്നു, പക്ഷേ 3 ദിവസം നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇനി ഈ ഒരു മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 17,647 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 20,634 കോടിയുടെ ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 2,986 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപമായി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 1.42% ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റി മെറ്റൽ, IT, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി FMCG, നിഫ്റ്റി മീഡിയ, ഫാർമ ഇത്രയും സെക്ടറുകൾ ഇന്ന് ഗ്രീനിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റി PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, ഫിൻ സർവീസസ്, നിഫ്റ്റി ബാങ്ക്, അതായത് പണമിടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കമ്പനികളും എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ETF നോക്കുകയാണെങ്കിൽ ITBs ആണ് ഇന്ന് 0.93% ഗ്രോത്ത് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് ബീസും ഓട്ടോ ബീസും നിഫ്റ്റി ബീസും ഫാർമ ബീസും എല്ലാം തന്നെ ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ ബാങ്ക് ബീസ് ഇന്ന് 0.45% നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹോട്ടൽസ് ഇന്ന് 6.22% ഒരു ഗ്രോത്ത് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജൂബിലന്റ് ഫുഡ്സ്, TVS മോട്ടോഴ്സ്, കോൺകർ, ആസ്റ്റർ DM, IDFC ഫസ്റ്റ് ബാങ്ക്, എംഫോസിസ്, ടാറ്റ സ്റ്റീൽ, ലോറസ് ലാബ്സ്, മാരുതി, ചോല ഫിനാൻസ്, പെർസിസ്റ്റൻസ് ഇത്രയും കമ്പനികൾ ഇന്ന് ഗ്രീനിലാണ് അല്ലെങ്കിൽ ലാഭത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ലാഭം നേടിയ കമ്പനികളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഹിന്ദ് പെട്രോ കെമിക്കൽസ്, ബന്ധൻ ബാങ്ക്, പവർ ഗ്രിഡ്, BPCL, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ഡോക്ടർ റെഡ്ഡി, SBIN, മുത്തൂറ്റ് ഫിനാൻസ്, ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കൊട്ടക് ബാങ്ക്, അദാനി പോർട്സ് ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹയസ്റ്റ് ലോസ് എന്ന് പറയുന്നത് 2.54% ആണ്. ഹിന്ദ് പെട്രോ എന്നുള്ള ഈ ഒരു സ്റ്റോക്ക് 2.54% നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മൊത്തത്തിലെ ലാഭവും നഷ്ടവും നോക്കുകയാണെങ്കിൽ 1301 കമ്പനികൾ ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം ഉണ്ടാക്കിയപ്പോൾ 724 കമ്പനികൾ ഇന്ന് നഷ്ടമാണ് വരുത്തി വച്ചിരിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.92 ആണ്. ഇന്നലെ 0.97 ആയിരുന്നു, ഇന്ന് അത് 0.92 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ബെയറിഷ് മോഡിലേക്ക് പോവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു സൈഡ് വൈസ് മാർക്കറ്റിനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 19,347 സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് 7 പോയിന്റ് താഴെയായിട്ട് 19,340 ഫ്യൂച്ചർ ഇന്ന് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ ഇതിൻ്റെ എക്സ്പയറി ആണ്. സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറും എക്സ്പയറി ദിവസം ആകുമ്പോഴത്തേനും ഫ്യൂച്ചറും സ്പോട്ടും ഒരേ ലെവലിലേക്ക് എത്തുക എന്നുള്ളൊരു സാധാരണ സംഭവമാണ്. ഇതുവരെയുള്ള ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു റേഞ്ചിൻ്റെ ലോയും കട്ട് ചെയ്തിട്ടില്ല, ഹൈയും കട്ട് ചെയ്തിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.62 ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ 0.92 ആയിരുന്നു, പക്ഷേ അതിൽ നിന്ന് 0.62 ആയി കുറഞ്ഞിട്ടുണ്ട്. ക്ലിയർലി അതൊരു ബെയറിഷ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. ദെൻ ഫ്യൂച്ചറിൻ്റെ 44,233 സ്പോട്ട് പ്രൈസ് ഇന്ന് അവസാനിപ്പിച്ചപ്പോൾ അവിടെ നിന്ന് 43 പോയിന്റ് താഴെയായിട്ട് 44,190 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. അതും ഒരു സൈഡ് വൈസ് ആയിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പം മുകളിലോട്ടാണ് കിടക്കുന്നത്. അതായത് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്കറ്റിൽ കാണുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് നിഫ്റ്റിയുടേത് 19,500 1,96,00,000 കോൾസ് ആണ് അവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 19,400 1,91,00,000 കോള് അതിൻ്റെ തൊട്ട് താഴെ ടൈപ്പ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സപ്പോർട്ട് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ 1,57,00,000 19,300 1,57,00,000 പുട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 300-ൻ്റെയും 400-ൻ്റെയും അല്ലെങ്കിൽ പരമാവധി 400 കടന്ന് പോകാൻ സാധ്യത കുറവാണ്. 400-500 ഓൾമോസ്റ്റ് സെയിം ആണ്. സോ 400-ൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് സെറ്റിൽ ചെയ്യും എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. 9,65,00,000 കോൾസും 7,81,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരമാണെങ്കിൽ 0.8 ആണ് പുട്ട് കോൾ റേഷ്യോ വരുന്നത്. 19,347 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് സൈഡിൽ 44,000 റെസിസ്റ്റൻസ് സൈഡിൽ 44,500 ഇപ്പോൾ നിൽക്കുന്നത്. മാർക്കറ്റ് അതിൻ്റെ ഇടയിൽ 44,200 ലെവലിലാണുള്ളത്. 2,97,00,000 കോളും 2,51,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരമാണെങ്കിൽ 0.8 ആണ് പുട്ട് കോൾ റേഷ്യോ വരുന്നത്. മാർക്കറ്റ് ക്ലിയർലി താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കാം.
44,232 ഇപ്പോൾ സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത് കോൾ റൈറ്റ് ചെയ്തിരിക്കുന്ന 19,900 11.9 12 ലക്ഷം കോളാണ് ഇതിൽ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 34 ലക്ഷം കോളും 28.47 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം 0.8 ആണ് പുട്ട് കോൾ റേഷ്യോ വരുന്നത്. 19,701 ഇപ്പോൾ ഫിൻ നിഫ്റ്റി ട്രേഡിംഗ് നടക്കുന്നത്. നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ബാലാജി അമൈൻസ്, പ്രശാന്ത് ഡെവലപ്പേഴ്സ്, എൻവയർ ഇലക്ട്രോഡൈൻ ലിമിറ്റഡ്, വസ്വാനി ഇൻഡസ്ട്രീസ്, സിക്ക ലോജിസ്റ്റിക്സ്, ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. അടുത്ത ബുധനാഴ്ച സെപ്റ്റംബർ 6 കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഭാരത് ബിജ്ലി ലിമിറ്റഡ് 40 രൂപ പെർ ഷെയർ, ഭാരത് രസായൻ 1 രൂപ 50 പൈസ, ഹൽഡൈൻ ഗ്ലാസ് ലിമിറ്റഡ് 70 പൈസ പെർ ഷെയർ, നാഷണൽ പ്ലാസ്റ്റിക് ടെക്നോളജീസ് 1 രൂപ പെർ ഷെയർ, റൂട്ട് മൊബൈൽ 2 രൂപ പെർ ഷെയർ, ടിബോവന്താസ് ഭീം ജി സെവേരി 1 രൂപ 75 പൈസ, യൂക്കൻ ഇന്ത്യ ലിമിറ്റഡ് 80 പൈസ പെർ ഷെയർ. ഇത്രയും കമ്പനികളുടെ കോർപ്പറേറ്റ് ആക്ഷൻ ആണ് അടുത്ത ബുധനാഴ്ച വരാനുള്ളത്. നാളെയുള്ള മേജർ ഈവൻറ്റ്സ് നോക്കാം. നാളെ വ്യാഴാഴ്ച 31 ഓഗസ്റ്റ് 2023 വരാനുള്ള ഈവന്റ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ചൈനീസ് കമ്പോസിറ്റ് PMI, ചൈന മാനുഫാക്ചറിംഗ് PMI, ചൈന നോൺ മാനുഫാക്ചറിംഗ് PMI, UK നാഷൻ വൈഡ് HPI. ഇത്രയും ഇവന്റുകളാണ് നാളെ വരാനുള്ളത്. ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നിഫ്റ്റി ഇന്ന് ഹെവി മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് ഇന്നലെ നമുക്ക് കിട്ടിയത്. കാരണം മിനിഞ്ഞാന്ന് നാരോ CPR ആൻഡ് വിർജിൻ CPR ആയിരുന്നു. അതുപോലെ ഇന്ന് നാരോ CPR ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അതായത് CPRൻ്റെ തിയറി പ്രകാരമാണെങ്കിൽ ഒരു ദിവസം വിർജിൻ CPR ഉണ്ടാവാൻ 2-ാം ദിവസം ഉണ്ടാവും. പക്ഷേ കണ്ടിന്യൂസ്ലി 3 ദിവസമൊന്നും വിർജിൻ CPR ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ വന്നിട്ട് അത് ക്രോസ് ചെയ്യും. അപ്പോൾ ഇന്നലെ വിർജിൻ CPR ഉണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഇന്നലെ ഞാൻ അപ്പോൾ ആ ഒരു അനാലിസിസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കിട്ടാവുന്ന മൂവ്മെൻറ്റ് എല്ലാം തന്നെ ക്യാൻസലായി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. രാവിലെ ഈ രീതിയിലുള്ള ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു, പിന്നീട് മാർക്കറ്റിലെ മൂവ്മെൻറ്റ് ഒന്നും തന്നെ കാണാതെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർനൂൺ സെഷനിൽ യൂറോപ്യൻ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയതോടുകൂടി മാർക്കറ്റിൽ ഫോൾ സ്റ്റാർട്ട് ചെയ്തു. നേരെ യെസ്റ്റർഡേ ഹൈ, അതായത് ആ ഒരു ഗ്യാപ്പ് പ്രോപ്പറായി ഫില്ല് ചെയ്തിട്ട് നമ്മുടെ നോ ട്രേഡ് സോണിൽ വന്നിട്ട് മാർക്കറ്റ് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വളരെ നല്ല ട്രേഡുകൾ ഇന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് പ്രോഫിറ്റിൽ തന്നെയാണ് ഇൻട്രാഡേ ട്രേഡിങ് അവസാനിപ്പിച്ചിട്ടുണ്ടാവുക. നല്ല ഒരു ദിവസമായിരുന്നു. കാരണം ഇതൊരു കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു വിജയം. ബാങ്ക് നിഫ്റ്റിയിലും തിരിച്ചല്ല മറിച്ചല്ല ഒരേ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു. പിന്നീട് ആഫ്റ്റർനൂൺ സെഷൻ ആകുമ്പോഴത്തേനും മാർക്കറ്റ് നല്ല രീതിയിലൊരു വീഴ്ച വീണു. എന്തായാലും ഒരു 400 പോയിന്റോളം ഉള്ള മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫിൻ നിഫ്റ്റിയിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് മാർക്കറ്റ് താഴോട്ട് പോയി. മാർക്കറ്റ് താഴോട്ട് പോകുന്നത് എല്ലാവർക്കും ഗുണകരമായ കാര്യമല്ല. പക്ഷേ ഇൻട്രാഡേ ട്രേഡേഴ്സിന് അത് ഗുണകരമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം ഒരേ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് ഇന്ന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ R3യുടെ മുകളിൽ ഓപ്പൺ ആയിട്ട് നേരെ നമ്മുടെ നോ ട്രേഡ് സോണിൽ വന്നിട്ട് അവിടെ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിനകത്ത് ഒത്തിരി ഒന്നും പറയാനില്ല. കാരണം നല്ല രീതിയിലുള്ള ട്രേഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ട് ഫസ്റ്റ് ഇവിടെ ഒന്ന് സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്തു, വീണ്ടും ചെറുതായി മുകളിലോട്ട് കയറ്റി വീണ്ടും ടെസ്റ്റ് ചെയ്തു, മൂന്നാമത്തേതിൽ കട്ട് ചെയ്ത് നേരെ താഴോട്ടിറങ്ങി വന്നു. അപ്പോൾ 1, 2, 3 ടാർഗറ്റ് കൃത്യമായിട്ടും എല്ലാവർക്കും അതിൽ കിട്ടിയിട്ടുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റി ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരല്പം കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് ചാർട്ടിൽ പാറ്റേൺ കാണിച്ചു തരുന്നത്. ഇത് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആണോ ബെയറിഷ് എൻഗൾഫിംഗ് ആണോ എന്ന രീതിയിൽ കൺഫ്യൂസിങ് ആവുന്ന രീതിയിലാണ്. കാരണം മാർക്കറ്റ് മുകളിൽ ഓപ്പൺ ആയിട്ട് നേരെ താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഹൈ ഇന്നലത്തെ ഹൈയൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ മുകളിലാണ് നിൽക്കുന്നത്. സോ നോക്കാം, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ നാളെ ഇവിടെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഈ ഒരു കണ്ടിന്യൂഷനായിട്ട് നാളെ ഗ്യാപ് ഡൗണിൽ ഒരു ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇതിന് രണ്ടിനും 50-50 ചാൻസ് ആണ് ഞാൻ കാണുന്നത്. കാരണം കൃത്യമായിട്ട് ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കും. നാളെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്. തീർച്ചയായിട്ടും വളരെയധികം കെയർഫുള്ളായിട്ട് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യണം.
ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇത് ക്ലിയർലി നമ്മളോട് പറയുന്നത് ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ട് തന്നെയാണ്. സോ നാളെ ഒന്നുകിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലോ എങ്ങനെയായാലും ഇവിടെ ഈ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ ഇവിടെ വന്നേക്കാം. ഇതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിഗമനം. അതുകൊണ്ട് ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ താഴെയായിട്ട് നാളെ ഓപ്പണിംഗ് വരും. എന്നിട്ട് നേരെ മാർക്കറ്റ് താഴോട്ട് പോയേക്കാം. ഇതിൽ ഒരു അപവാദമായിട്ട് വരാൻ സാധ്യതയുള്ളത് ഈ ലോവർ ലൈൻ ലെവലിലുള്ള ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഏതാണ് 44,025. ഇതിൽ ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ട് അതുപോലെ തിരിച്ചു കയറി പോകാനും മതി. പക്ഷേ ഇന്നത്തെ ഹൈ കട്ട് ചെയ്യില്ല എന്നത് തന്നെയാണ് ഒരു അനുമാനം. അപ്പോൾ ഒന്നുകിൽ ഈ രീതിയിലൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നിട്ട് വിക്ക് താഴെ ടച്ച് ചെയ്തേക്കാം. എന്നിട്ട് ചെറിയ ക്യാൻഡിലോ വലിയ ക്യാൻഡിലോ ആയിട്ട് അതങ്ങ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചുള്ള എൻ്റെ ഒരു വ്യൂ. ഫിൻ നിഫ്റ്റിയിലും ക്ലിയർലി ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റ് ഫർദർ ഫോൾ ആണ് ഇനി നമുക്ക് കാണാനുള്ളത്. ദെൻ ഇതിൽ സെൻസെക്സിൽ നോക്കുകയാണെങ്കിലും സെൻസെക്സ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ക്യാൻഡിൽസാണ് തന്നിട്ടുള്ളത്. നിഫ്റ്റിയിൽ പറഞ്ഞത് തന്നെ അതേപോലെ തന്നെ ഇവിടെ ഒന്നുകിൽ മോസ്റ്റ് പ്രോബബ്ലി താഴെ ഒരു ക്യാൻഡിൽ വരും, അല്ലെങ്കിൽ ഗ്രീൻ വരുന്നുണ്ടെങ്കിൽ ഈ ലൈനിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് 65.53 സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എൻഗൾഫിംഗ് ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരും. ഞാൻ പ്രതീക്ഷിക്കുന്ന താഴെ സൈഡിലേക്ക് തന്നെ വരും എന്നാണ്. എന്തായാലും നമുക്ക് നാളെ നേരിട്ട് നോക്കി കാണാം. അപ്പോൾ അതേപോലെ മിഡ് ക്യാപ്പ് ഞാൻ പറഞ്ഞ ആ ഒരു പാറ്റേൺ അതേപോലെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു വരയിട്ട് കാണിച്ചു തന്നിരുന്നു. അതായത് ഇവിടുന്ന് മാർക്കറ്റ് വന്നു, ഇവിടുന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴെ വന്ന് സപ്പോർട്ട് എടുത്തു, ഇവിടുന്ന് ഇനി ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ ഈ ഹൈ ഇന്ന് ക്രോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്ലോസിങ് അതിനേക്കാളും താഴെയാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇന്ന് ക്ലോസിങ് അതിൻ്റെ മുകളിൽ തന്നെ തന്നിട്ടുണ്ട്. പ്രീവിയസ് സ്വിങ്ങിൻ്റെ ഹൈയുടെ മുകളിൽ ക്ലോസിങ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബ്രേക്ക് ഔട്ട് കൺഫേം ആണ്. ഇനി മുകളിലോട്ട് മാർക്കറ്റ് കയറി പോകണം എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഇതിനകത്ത് കിട്ടിയിരുന്നു. മിഡ് ക്യാപ്പിൽ കിട്ടിയിരുന്നു നല്ലൊരു ട്രേഡ്. അതിനകത്ത് ഒറ്റ ട്രേഡേ എടുത്തിട്ടുള്ളൂ, പക്ഷേ അതിൽ അത്യാവശ്യം വലിയ എമൗണ്ടിൻ്റെ ഒരു പ്രോഫിറ്റ് 47% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നേക്ക് ഇത്രയാണ് ഉള്ളത്. വീഡിയോയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പുവരുത്തുക. അതുപോലെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഈ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു പ്രൊമോഷൻ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 3 months റിന്യൂ ചെയ്യുന്നവർക്ക് 1 മാസം ഫ്രീ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അഡീഷണലായിട്ട്. അതേപോലെ 1 month റിന്യൂവൽ ചെയ്യുന്നവർക്ക് 10 days അഡീഷണൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കണ്ടുമുട്ടാം. എക്സ്പയറി ഡേ ആണ് നാളെ, അറിയാം. എങ്കിൽ കൂടി മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായ ഒരു എങ്ങോട്ട് പോകും എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടാത്തത് കൊണ്ട് തന്നെ എക്സ്പയറി ഡേയിലേക്കുള്ള ട്രേഡ് ഞാനൊന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ലൈവ് മാർക്കറ്റിൽ നാളെ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.